ഹലോ ലോറ്റെ ഗുഡൻ ടാക്ക്. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജർമ്മൻ ഗ്രാമർ ക്ലാസ്സോ അല്ലെങ്കിൽ വൊക്കാബുലറി ടീച്ചിങ്ങോ അല്ല, മറിച്ച് ജർമ്മൻ ലാംഗ്വേജിൽ എങ്ങനെ സ്പ്രഹൻ ഇമ്പ്രൂവ് ചെയ്യാം, അതല്ലെങ്കിൽ ജർമ്മൻ എക്സാംസിൽ ഗോയിത്തെ എക്സാംസിൽ എങ്ങനെ നമുക്ക് സ്പ്രഹൻ എന്ന മൊഡ്യൂള് പാസ്സാവാം, അല്ലെങ്കിൽ അതിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നതിനെ കുറിച്ചാണ്. സാധാരണയായി നമ്മൾ എക്സാംസിന് പോകുമ്പോൾ അവിടെ പല ടൈപ്പ് ഓഫ് സ്റ്റുഡൻസിനെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു വിഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാംസിന് വരുന്ന റീസെന്റ് ടോപ്പിക്സ് എല്ലാം അതുപോലെ കാണാതെ പഠിച്ച്, എന്ന് വെച്ചാൽ തേമ ഒരു 59-60 തേമാസ് ഉണ്ടാവും, അതെല്ലാം കാണാൻ പഠിച്ച്, ഡിസ്കഷൻസ് അതുപോലെ കാണാൻ പഠിച്ച് അവിടെ ചെന്നിട്ട് പറയുന്നവർ. ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഇവർ ബൈ ഹാർട്ടായി പറയും. അത് കഴിഞ്ഞിട്ട് പ്രൂഫർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതുപോലെ നമ്മുടെ എക്സാം ഫണ്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യണം എന്ന സ്ഥലത്ത് അവർ സ്റ്റക്കായി പോകാറുണ്ട്. ഇങ്ങനെയുള്ള സ്റ്റുഡൻസിന് ഒരു ഹോപ്പ് ഉണ്ടാവും എക്സാം കഴിഞ്ഞിറങ്ങുമ്പോൾ, കാരണം അവർ പാസ് മാർക്കിനുള്ള ക്രൈറ്റീരിയ അവർ കഴിഞ്ഞു എന്നൊരു തോന്നലുണ്ടാവും. പക്ഷേ പ്രൂഫേഴ്സിന് അറിയാം ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസും തന്നെ ഈ റീസെന്റ് ടോപ്പിക്സ് എല്ലാം കാണാൻ പഠിച്ച് അതുപോലെ തന്നെ പോയിന്റ്സ് പറഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷേ അവസാനം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അത് പാർട്ണറിന്റെ സൈഡിൽ നിന്നാണെങ്കിലും പ്രൂഫറിന്റെ സൈഡിൽ നിന്നാണെങ്കിലും ആ ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യുന്നു എന്നുള്ളിടത്താണ് മിക്ക പ്രൂഫേഴ്സും നമ്മളെ വിലയിരുത്തുന്നത്. എങ്ങനെ സ്പോണ്ടനായിട്ട് അല്ലെങ്കിൽ ഒരു സ്പോട്ടിൽ എങ്ങനെ റിപ്ലൈ ചെയ്യാം, ഒരു കാര്യത്തെ എങ്ങനെ റിയാക്ട് ചെയ്യാം എന്നുകൂടി പഠിച്ചു എന്ന് ഉറപ്പ് വരുത്താതെ ഒരിക്കലും നിങ്ങൾ ജർമ്മൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകരുത് എന്നാണ് പറയാനുള്ളത്. രണ്ടാമത് വരുന്നൊരു ടൈപ്പാണ് എല്ലാം പഠിക്കും എന്ന് വെച്ചാൽ അവർക്ക് സ്പോട്ടിൽ എങ്ങനെ റിയാക്ട് ചെയ്യാം, അല്ലെങ്കിൽ സ്പോട്ടിൽ എങ്ങനെ കാര്യങ്ങൾ പറയണം, ഒരു ചോദ്യം ചോദിച്ചാൽ എങ്ങനെ ആൻസർ പറയണം എന്ന എല്ലാം പ്രിപ്പയർ ചെയ്ത് പോയിട്ട് അവസാനം എക്സാം ഹോളിലെത്തുമ്പോൾ ഫുൾ ബ്ലാങ്ക് ആവുന്നൊരവസ്ഥ, എല്ലാം പാനിക്കായിട്ട് ഫുൾ ബ്ലാങ്ക് ആവുന്നൊരവസ്ഥ. കുറേ പേര് ഇത് അനുഭവപ്പെട്ടിട്ടുള്ളതായിരിക്കും. ഈ അവസ്ഥ തരണം ചെയ്യണമെങ്കിൽ നമുക്ക് പ്രസന്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കണം. ആദ്യം തന്നെ നമ്മൾ എക്സാംസിന് പോകുന്നതിന് മുമ്പ് എങ്ങനെ തേമ പറയണം, അല്ലെങ്കിൽ എങ്ങനെ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളൊരു കോൺഫിഡൻസ് ആദ്യം തന്നെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പോകാൻ പാടുള്ളൂ. മൂന്നാമത് വരുന്ന ടൈപ്പാണ് നമ്മളൊരു തേമ അല്ലെങ്കിൽ ഡിസ്കഷൻ പറഞ്ഞു പോകുമ്പോൾ വരുന്ന ആദ്യത്തെ മിസ്റ്റേക്കിൽ തന്നെ പാനിക്കായിട്ട് ഒന്നും പറയാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ്. ഇവർക്കും ഈ സെയിം കോൺഫിഡൻസിന്റെ ഇഷ്യൂ ആണുള്ളത്. അപ്പോൾ എങ്ങനെ ഈ 3 ടൈപ്പിൽ നമുക്ക് വിടാതിരിക്കാം, എങ്ങനെ കറക്റ്റായിട്ട് തേമ പ്രസന്റേഷനോ അല്ലെങ്കിൽ ഡിസ്കഷനോ പറഞ്ഞ് മുന്നോട്ട് പോവാം, എങ്ങനെ ജർമ്മൻ സ്പ്രഹൻ മൊഡ്യൂൾ പാസ്സാവാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. സ്പീക്കിംഗ് എക്സാം നമ്മൾ പാസ്സാവണമെങ്കിൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ പറഞ്ഞു പഠിക്കുക എന്നുള്ളതാണ്. ഇത് പലരും അവോയ്ഡ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. നമ്മൾ കുറേ ജർമ്മൻ കേട്ട് പഠിച്ചിട്ടും വായിച്ചു പഠിച്ചിട്ടും എഴുതി പഠിച്ചിട്ടും കാര്യമില്ല. സ്പീക്കിംഗ് എക്സാം പാസ്സാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു തന്നെ പഠിക്കണം. ഇതിന് ഒരുപാട് മെത്തേഡുകളുണ്ട്. ഇപ്പോൾ നമുക്ക് കൂടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിട്ട് പറഞ്ഞു പഠിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ട്യൂട്ടേഴ്സായിട്ട് പറഞ്ഞു പഠിക്കാം. ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഒറ്റക്കാണ് നമ്മൾ ഓൺലൈനായിട്ടാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതിലൊന്ന് യൂസ് ചെയ്യാം. ഇപ്പോൾ ഹലോ ടോക്ക് എന്നൊരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഈ ആപ്ലിക്കേഷനിൽ നമ്മൾ ഒരു ലാംഗ്വേജിന് പ്രയോറിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഈ ആപ്പിൽ നമുക്ക് ഫ്രഞ്ച്, ജാപ്പനീസ് അങ്ങനെ ഏത് ലാംഗ്വേജ് വേണമെങ്കിലും പഠിക്കാം. ഞാനിവിടെ കാണിക്കാം. ഒരുപാട് വോയിസ് റൂംസ് ഇതിൽ അവൈലബിൾ ആണ്. നമുക്ക് മലയാളികൾ ജർമ്മൻ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വോയിസ് റൂമിൽ പറഞ്ഞുകൊണ്ട് പഠിക്കാം, അല്ലെങ്കിൽ നേറ്റീവ് ജർമ്മൻസ് ആയിട്ട് നമുക്ക് കുറെ സംസാരിച്ചുകൊണ്ട് പഠിക്കാം. അങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. എത്രത്തോളം നമ്മൾ പറഞ്ഞു പഠിക്കുന്നോ അത്രത്തോളം നമ്മുടെ ജർമ്മൻ ഇമ്പ്രൂവ് ആവും. പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും A1 തൊട്ട് B1 വരെ ഉഴപ്പി നടന്നിട്ട് അവസാനം B2 പ്രിപ്പറേഷൻ ടൈമിൽ മാത്രം ജർമ്മൻ ഇമ്പ്രൂവ് ആയി വരുന്നത് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ലാംഗ്വേജ് ആണെങ്കിലും എപ്പോൾ തൊട്ടാണോ പറഞ്ഞു പഠിക്കുന്നത് അപ്പോൾ തൊട്ടാണ് നമുക്ക് എത്രത്തോളം ഇമ്പ്രൂവ് ആവുന്നുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നത്. നമ്മൾ പ്രസന്റേഷൻ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഉള്ളടക്കം പറഞ്ഞുതരാം. ആദ്യം ഒരു 3 തേമ അതിൻ്റെ പോയിന്റുകൾ മാത്രമല്ലാതെ ടോട്ടലി സ്ക്രിപ്റ്റ് ചെയ്ത് ഒരു പേപ്പറിൽ എഴുതുക. എന്ന് വെച്ചാൽ ഒരു പേപ്പറിന്റെ ബിഗിനിങ് ടു എൻഡ് വരെ ഫുൾ സ്ക്രിപ്റ്റ്. അതിന് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്ററോ ChatGPT എന്തും യൂസ് ചെയ്യാം. ഇത് ഫുൾ യൂസ് ചെയ്തിട്ട് അത് കാണാതെ പഠിച്ച് പറയാൻ നോക്കുക. സോ എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ളത് ഈ 3 തേമയിൽ നമുക്കൊരു ഐഡിയ കിട്ടും. അത് കഴിഞ്ഞിട്ട് വരുന്ന 2 തേമകൾ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓൾറെഡി 3 തേമ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെയുള്ള 2 തേമകൾ ചെറിയ പോയിന്റ്സ് ആക്കി എഴുതാൻ പാടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രൂഫേഴ്സ് നമുക്ക് ഇരുന്ന് ഇതുപോലൊരു പേപ്പർ ആയിരിക്കും. നമ്മൾ പ്രസന്റ് ചെയ്യുന്നതിന്റെ 15 മിനിറ്റ് മുമ്പ് ഇരുന്ന ഇതുപോലൊരു പേപ്പർ ആയിരിക്കും. ഈ പേപ്പറിന്റെ ഒരു 1/4 ഭാഗം മാത്രമേ നമ്മൾ കവർ ചെയ്യാൻ പാടുള്ളൂ. ഒരുപാട് സ്ക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മിക്കവാറും എക്സാം ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പേപ്പറിന്റെ കുറച്ച് ഭാഗം പോയിന്റ് ആക്കി മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഇനി വരുന്ന 2 തേമകൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ തേമയുടെ മ്യൂഗിളിഷ്കൈറ്റ് അതുപോലെ ഫോർട്ടൈൽ നാക്ടൈൽ ഈ പോയിന്റുകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട്, 1 വേർഡ് പോയിന്റുകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചെറിയ സ്ക്രിപ്റ്റ് ഉണ്ടാക്കാം. എന്നിട്ട് ഇത് നോക്കി പറയാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ഒരു 2 തേമ പ്രിപ്പയർ ചെയ്യണം. ഈ 2 തേമ പ്രിപ്പയർ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്യാതെ, ട്രാൻസ്ലേറ്ററോ ChatGPT ഇതുപോലുള്ള ഒരു സാധനങ്ങളും യൂസ് ചെയ്യാതെ സ്വന്തമായിട്ടുള്ള വൊക്കാബുലറി, സ്വന്തമായിട്ടുള്ള വേർഡ്സ് അത് ഉപയോഗിച്ചിട്ട് ഒരു തേമ പ്രിപ്പയർ ചെയ്യണം. ഇതുപോലെ പോയിന്റ്സ് ആക്കി എഴുതിയിട്ട് തന്നെ ഒരു തേമ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരുപാട് വേർഡ്സ് ഇത് കിട്ടിയാൽ കൊള്ളാമായിരുന്നു, അത് കിട്ടിയാൽ കൊള്ളാമായിരുന്നു തോന്നും. എഴുതി വരുമ്പോഴത്തേക്ക് ഓരോ വേർഡ്സ് ഇപ്പോൾ അവൈലബിൾ അല്ലെങ്കിൽ
അവോയ്ഡ്, അങ്ങനെ ഓരോ വേർഡ്സിന് നമുക്ക് അറിയാത്ത കുറേ വൊക്കാബുലറികൾ ഉണ്ടാവും. അതെല്ലാം എന്ത് ചെയ്യണം, ഒരു പേപ്പറിന്റെ സൈഡിൽ എഴുതി വെക്കണം. ഈ വൊക്കാബുലറി കിട്ടിയാൽ എനിക്ക് ഈ തേമ ഇമ്പ്രൂവ് ചെയ്യായിരുന്നു എന്ന് തോന്നുന്ന കുറച്ച് വേർഡുകൾ എഴുതി വെക്കണം. എന്നിട്ട് അത് യൂസ് ചെയ്യാതെ, ആ വേർഡ്സ് യൂസ് ചെയ്യാതെ നമ്മൾ നമ്മുടെ സ്വന്തമായിട്ടുള്ള വൊക്കാബുലറിയിൽ ഒരു തേമ ഉണ്ടാക്കണം. ആ തേമ ഉണ്ടാക്കി പ്രസന്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എഴുതി വെച്ച വേർഡ്സ് ഒരു 8-10 വേർഡ്സ് ഉണ്ടാവും. ആ വേർഡ്സ് എല്ലാം കാണാതെ പഠിച്ച് ബൈഹാർട്ട് ആക്കിയതിന് ശേഷം മാത്രമേ അടുത്ത തേമ പ്രിപ്പയർ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഒരുപാട് തേമകളിൽ യൂസ് ചെയ്യുന്ന കോമൺ വേർഡ്സുകൾ നമുക്ക് കിട്ടും. സോ നിങ്ങൾ ഒരുപാട് പേര് ഒരു ദിവസം 10 വേർഡ്സ് വെച്ചോ അല്ലെങ്കിൽ 20 വേർഡ്സ് വെച്ചോ ഇതിനോടകം കാണാൻ പഠിക്കുന്നുണ്ടാവും. അതിന് പകരം ഇതുപോലെയുള്ള യൂസ്ഫുൾ വേർഡ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് സ്പീക്കിംഗ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ കാറ്റഗറിയിൽ വരുന്ന ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ തേമ ഡിസ്കഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ആൻഡ് ഇന്റർനെറ്റ് എന്ന് പറയുന്ന കുറേ ഡിസ്കഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ തേമാസ് ഉണ്ട്. അതുപോലെ തന്നെ ഗസുണ്ടായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. അതുപോലെ ആർബിറ്റ് പ്ലാറ്റ്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ കോമൺ വൊക്കാബുലറീസ് ഉണ്ട്. ഈ കോമൺ വൊക്കാബുലറീസ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ തേമയിലും ഡിസ്കഷനിലും ഒരുപാടായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വൊക്കാബുലറി നമ്മുടെ ഡിക്ഷണറിയിൽ നിന്ന് എടുത്ത് പഠിക്കുന്നതിനാണ് നല്ലത്. ഇതുപോലെ നമുക്ക് എവിടെയാണോ സ്റ്റക്ക് ആവുന്നത്, ഏത് വൊക്കാബുലറി കിട്ടിയാലാണോ, ഏത് വേർഡ് കിട്ടിയാലാണോ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്, അത്തരം വേർഡുകൾ നോട്ട് ചെയ്തിട്ട് പിന്നീട് കാണാൻ പഠിക്കുന്നത് നന്നായിരിക്കും. പിന്നെ എല്ലാ തേമ പഠിക്കുമ്പോഴും ആ തേമ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ അത് പഠിച്ചു വെക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പ്രസന്റേഷൻ ചെയ്താൽ മാത്രം പോരാ, ഓപ്പോസിറ്റ് ഇരിക്കുന്ന പാർട്ണറോട് നമ്മളൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ക്വസ്റ്റ്യൻ ഇല്ലാതെ ബുദ്ധിമുട്ടരുത്. അതുകൊണ്ട് തേമ പഠിക്കുമ്പോൾ എന്തായാലും ഒരു ക്വസ്റ്റ്യനും മനഃപ്പാടമാക്കി വെച്ചോളൂ. അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുക. എപ്പോഴും നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കണം. ഈ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ക്ലാസ് റൂമിൽ പ്രസന്റേഷൻ ചെയ്യാൻ വിളിക്കുമ്പോൾ മടിച്ച് നിൽക്കുകയോ അല്ലെങ്കിൽ വേറെ ആളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ മടി കാണിക്കുകയോ ചെയ്യരുത്. കാരണം ഇങ്ങനെ ശീലിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സാമിൻ്റെ സമയത്ത് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പലരും ചിന്തിക്കുന്ന കാര്യമാണ് എക്സാം ഹാളിൽ എത്തുമ്പോൾ മാത്രം നമുക്ക് നമ്മുടെ ഫുൾ ഔട്ട്പുട്ട് എടുത്തിട്ട് മാർക്ക് സ്കോർ ചെയ്യുന്നത്. പക്ഷേ ഇത് എപ്പോഴും പോസിബിൾ അല്ല. കാരണം നമ്മൾ അവിടെ എത്തുമ്പോൾ പ്രൂഫേഴ്സിന്റെ മുഖം കാണുമ്പോഴും എക്സാം ഹാൾ കാണുമ്പോഴും എപ്പോഴും നമ്മൾ പഠിച്ചൊക്കെ ബ്ലാങ്ക് ആയി പോകാൻ ചാൻസ് ഉണ്ട്. നമ്മളെപ്പോൾ സംസാരിക്കുമ്പോഴും പ്രസന്റേഷൻ ചെയ്യുമ്പോഴും ഡിസ്കഷൻ ചെയ്യുമ്പോഴും കുറച്ച് ഒച്ചത്തിൽ സംസാരിച്ച് 2-3 ആൾക്കാരുടെ മുമ്പിൽ വെച്ച് സംസാരിച്ച് ശീലിക്കാൻ പഠിക്കാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്നും പ്രസന്റേഷനോ ഡിസ്കഷനോ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടുന്നതായിരിക്കും. അടുത്തൊരു പോയിന്റ് ആയിട്ട് വരുന്നത്, നമ്മൾ മിസ്റ്റേക്സിൽ പാനിക് ആവാതിരിക്കുക. നമ്മൾ പലരും ചെയ്യുന്നൊരു കാര്യമാണ്, നമ്മളൊരു പ്രസന്റേഷന് വേണ്ടി സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ പോയിന്റ്സ് നോട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോട്ടെ, സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് സോർട്ട് ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ മുന്നോട്ട് പോകാറുള്ളൂ. പക്ഷേ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എക്സാം ഹാളിൽ എത്തുമ്പോഴും ഒരു മിസ്റ്റേക്ക് വന്നാൽ എങ്ങനെ ഈ തേമ അല്ലെങ്കിൽ ഡിസ്കഷൻ കംപ്ലീറ്റ് ചെയ്യണം എന്നറിയാതെ അവിടെ നിന്ന് പോകും. അതിന് പകരം ഒരു തേമ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ ചെയ്യുമ്പോൾ ഒരു മിസ്റ്റേക്ക് വന്നാൽ അതിനെ മൈൻഡ് ചെയ്യാതെ ആ തേമയോ ഡിസ്കഷൻ എങ്ങനെയും കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രം അടുത്ത തേമയിലോ ഡിസ്കഷനിലോ ഈ പറഞ്ഞ മിസ്റ്റേക്ക് ഇല്ലാതെ ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ മിസ്റ്റേക്സ് എപ്പോഴും അവോയ്ഡ് ചെയ്യണമെന്നല്ല, മിസ്റ്റേക്സ് ഉണ്ടാകുമ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം അതിനെ തിരുത്താൻ വേണ്ടി ശ്രമിക്കുക. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു എക്സാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അവിടെയുള്ള പ്രൂഫേഴ്സ് ഒരുപാട് തേമയും ഡിസ്കഷനും കേട്ട് മടുത്തിരിക്കുമായിരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പറയുന്നത് മുഴുവൻ അവർ ശ്രദ്ധിച്ചു കാണില്ല. ചിലപ്പോൾ നമ്മുടെ ഒരു മിസ്റ്റേക്ക് വന്ന് അവിടെ പതറി പോകുമ്പോൾ മാത്രമായിരിക്കും അവരതിനെ പറ്റി ആലോചിക്കുന്നതും അവർ അത് മനസ്സിലാക്കുന്നതും. അപ്പോൾ ഒരു മിസ്റ്റേക്ക് വന്നാൽ പെട്ടെന്ന് തന്നെ ആ ഒരു ഫ്ലോ കളയാതെ തേമ പറഞ്ഞ് തീർക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഡിസ്കഷൻ പറഞ്ഞ് തീർക്കാൻ നോക്കുക. ഇനി നമുക്ക് എക്സാം ഹാളിൽ നേരിടാനുള്ള കുറച്ച് റാൻഡം ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പ്രൂഫേഴ്സിന്റെ ഭാഗത്തു നിന്ന് ചോദിക്കുന്ന കുറച്ച് റാൻഡം ക്വസ്റ്റ്യൻസ്. അവർ നമ്മുടെ ലാംഗ്വേജ് എത്രത്തോളം ഓക്കെ ആണ് എന്നറിയാൻ വേണ്ടിയിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കും. വീട് എവിടെയാണ്, അല്ലെങ്കിൽ വീട്ടിൽ ആരൊക്കെയുണ്ട്, പിന്നെ ഇതുപോലെ വീട്ടിലെല്ലാവർക്കും സുഖമാണോ, അതല്ലെങ്കിൽ ഫോർസ്റ്റൽ പറയാൻ പറയും, അതല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ കൾച്ചർ എങ്ങനെയാണ്, കേരളത്തിന്റെ ഏത് ഭാഗത്തു നിന്നാണ് നിങ്ങൾ വരുന്നത്, അങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കെല്ലാം ആൻസർ ചെയ്യാൻ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വേണം എക്സാം ഹാളിലേക്ക് പോകാൻ. ഇതുപോലെ തന്നെ കുറച്ച് പേരുകൾ നമ്മൾ ബുഷ്ടാബിറൻ ചെയ്യാൻ പഠിച്ചു വെക്കുക. കുറച്ച് പേരെന്നല്ല, എല്ലാ വേർഡുകളും ബുഷ്ടാബിറൻ ചെയ്യാൻ പഠിച്ചേക്കണം. ബുഷ്ടാബിറൻ എന്ന് വെച്ചാൽ സ്പെൽ ചെയ്യുക. ജർമ്മൻ ആൽഫബറ്റ്സിൽ തന്നെ സ്പെൽ ചെയ്യാൻ പഠിക്കുക. ചിലപ്പോൾ നമ്മുടെ പേര് കുറച്ച് കൺഫ്യൂസിംഗ് ആണെങ്കിൽ അവർ സ്പെൽ ചെയ്യാൻ പറയും. അതല്ലെങ്കിൽ നമ്മുടെ എവിടെന്നാണ് വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പ്ലേസിന്റെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ അവർ സ്പെൽ ചെയ്യാൻ പറയും. അല്ലെങ്കിൽ ഒരു നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പെൽ ചെയ്യാൻ പറയും. അങ്ങനെ ഇതെല്ലാം സ്പെല്ല് ചെയ്യാൻ പഠിച്ചു വെക്കുക. ഇതിനൊക്കെ പുറമെ സ്പീക്കിംഗ് എക്സാം നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം പ്രൂഫേഴ്സിന്റെ ഭാഗത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് ശരിയായി മനസ്സിലാക്കണം. അതിനായി സ്പ്രഹൻ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് ഹ്യോറൻ പക്ക ആക്കി വെക്കണം.
കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്ന ജർമ്മൻ ട്യൂട്ടർമാരെല്ലാം നമ്മുടെ ഒരു ആക്സന്റിലായിരിക്കും സംസാരിക്കുന്നത്. നേരെ മറിച്ച് ജർമ്മൻസിന്റെ ആക്സന്റ് നമ്മൾ പുതുതായി കേൾക്കുമ്പോൾ ഒരു മനസ്സിലാകായ്മ തോന്നാം. ഇത് മറികടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹ്യോറൻ മൊഡ്യൂൾസ് എല്ലാം നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. അല്ലെങ്കിൽ ജർമ്മൻ സിനിമ കണ്ടോ, ജർമ്മൻ ന്യൂസ് കേട്ടിട്ടോ എങ്ങനെയെങ്കിലും ഒരുപാട് ജർമ്മൻ കേട്ടിട്ട് വേണം നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ. എന്നാൽ മാത്രമേ പ്രൂഫേഴ്സിന്റെ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ശരിയായി മനസ്സിലാവുകയുള്ളൂ. ഇതിനൊക്കെ പുറമെ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് റീസെന്റ് ടോപ്പിക്സ് എല്ലാം തന്നെ നോക്കി വെക്കണം. നിങ്ങൾക്കറിയാം, ഗോയിത്തെ സ്ഥിരമായി ചോദിച്ചു വരുന്ന ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. ഫിറ്റ് ബ്ലൈബൻ, സ്പോട്ട് ട്രൈബൻ, അതല്ലെങ്കിൽ ഉമ്മൽ ഫ്രോൺലി ഷൈൻ കൗഫൻ, മാർക്കൽ ക്ലൈഡും, ഇങ്ങനെ ചോദിച്ചു വരുന്ന ഒരുപാട് തേമ ടോപ്പിക്സും ഒരുപാട് ഡിസ്കഷൻ ടോപ്പിക്സും ഉണ്ട്. ഇതെല്ലാം നോക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 50% നമ്മുടെ ഭാഗം സേഫ് ആക്കി വെക്കാം എന്ന് പറയാം. സോ ഞാൻ ഈ പറഞ്ഞ മെത്തേഡ്സ് ഒക്കെ ഉപയോഗിച്ച് നന്നായിട്ട് സ്പ്രഹന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മറന്നു പോകരുത്, സ്പ്രഹൻ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഹ്യോറൻ എപ്പോഴും പെർഫെക്റ്റ് ആക്കി വെക്കണം. സോ ഹ്യോറൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ അടുത്ത് തന്നെയായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺ.